ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പുകൾ കൂട്ടത്തോടെ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുടെയും ദുരുദ്ദേശത്തോടെയുള്ള സാമ്പത്തിക നയങ്ങളുടെയും തുടർച്ചയാണ് നടപടികളെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയ നടപടിക്ക് പുറകെയാണ് ഉന്നത പഠനത്തിന് അനുവദിച്ചിരുന്ന ഫെലോഷിപ്പ് കൂടി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് പ്രീമെട്രിക് സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിക്കൊണ്ട് നേരത്തെ ഉത്തരവിറക്കിയത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനർ, ബുദ്ധർ, സിഖ്, പാഴ്സി എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട 1 മുതൽ 10 വരെ ക്ലാസുകളിലെ 2.5 ലക്ഷത്തിൽ താഴെ വരുമാന പരിധിയുള്ള വിദ്യാർത്ഥികളെയാണ് കാലങ്ങളായി സ്കോളർഷിപ്പിന് പരിഗണിച്ചിരുന്നത്. എന്നാൽ സ്കോളർഷിപ്പ് 9, 10 ക്ലാസുകളിലേക്ക് മാത്രമായി ചുരുക്കിയാണ് ഇത്തവണ കേന്ദ്രം അപേക്ഷ ക്ഷണിച്ചത്. സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിച്ച സർക്കാർ ഇതിനുള്ള 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നും പുതുക്കിയ വിജ്ഞാപനത്തിലൂടെ നിർദ്ദേശിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ബിരുദാനന്തര കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിവന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുകയും വെട്ടിക്കുറച്ചിരുന്നു. ഇതിനു പുറകെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അനുവദിച്ചിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പായ MANF കൂടി നിർത്തലാക്കാനുള്ള തീരുമാനം പുറത്തുവന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ ഫെലോഷിപ്പുകളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ഈ അധ്യയന വർഷം മുതൽ ഇതും നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്ന് TN പ്രതാപൻ MPക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വ്യക്തമാക്കി. MANF ഇല്ലാതാകുന്നതോടെ സംവരണ തലങ്ങളായ OBC, SC, ST വിഭാഗങ്ങളിൽ പെടാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഫെലോഷിപ്പ് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന് TN പ്രതാപൻ ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചു. അതേസമയം നിലവിൽ ഫെലോഷിപ്പ് ലഭിച്ചുകൊണ്ടിരുന്ന ആർക്കും ഫണ്ട് തടയപ്പെടില്ലെന്ന് സ്മൃതി ഇറാനി ഉറപ്പു നൽകിയതായും MP പറഞ്ഞു. CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും ഇക്കാര്യത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഷക്കീന ന്യൂസ്, ന്യൂഡൽഹി.